ഹായ് എവരി വൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് കമൻസും സജഷൻസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ മോങ്ടൺ സൂ ആണ് കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എത്തിയായിരുന്നു. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സൂ. നാട്ടിൽ ഞാൻ തൃശ്ശൂരാണെങ്കിലും തൃശ്ശൂർ സൂ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മൈസൂർ സൂ കാണുന്നത്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ PGക്ക് പഠിക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂർ സൂ പോയിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന് ശേഷം ട്രിവാൻഡ്രം സൂ കണ്ടിട്ടുണ്ട്. ഇനിയപ്പോൾ നിങ്ങളെല്ലാവരും മോങ്ടൺ സൂ ഞങ്ങളുടെ കൂടെ വന്ന് കണ്ടോളൂ കേട്ടോ. ആദ്യമൊന്നും എനിക്ക് ആക്ച്വലി സൂ പോകാൻ ഇഷ്ടമല്ലായിരുന്നു. വേറെ ഒന്നുമല്ല, നടക്കാൻ ഉള്ള മടി കൊണ്ട്. കുറേ ഇങ്ങനെ നടക്കാനുണ്ടല്ലോ, നടന്ന് കാണണ്ടേ, അതെനിക്കിഷ്ടമല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നടപ്പൊക്കെ ശീലമായതുകൊണ്ട് ഓക്കെ എല്ലാം നടന്ന് കാണാമെന്നായി. ഈ സൂവിൽ ഫുള്ള് ഹാലോവീൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാം ഹാലോവീൻ ഡെക്കറേഷൻസ് ആയിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ഞാനും കണ്ണനും ഫുള്ള് അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു. വഴിയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു. സൂവിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ 2 സൈഡിലും നല്ല ഓറഞ്ച് ലീവ്സും അതല്ലാണ്ട് അവർ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ഓറഞ്ച് ലീവ്സ് കൊണ്ട്. പിന്നെ അത് സൂവിൻ്റെ മാപ്പാണ്, എവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൾച്ചറായിരുന്നു ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ തൊടാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ പേടിയുണ്ട്. എന്നാൽ തൊട്ടാൽ കൊള്ളാതുകൊണ്ട്. പക്ഷെ ഞാൻ കണ്ണൻ്റെ അടുത്ത് തൊട്ടോ കണ്ണാ തൊട്ടോ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. എന്നാൽ എനിക്ക് തൊടാൻ പേടിയായിട്ട്.
ഇവിടെ നമുക്ക് ഇവർ സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൈയൊക്കെ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഏരിയ ഫുള്ള് ഹാലോവീൻ്റെ ഡെക്കറേഷൻസ് ആയിരുന്നു. ഫുള്ള് സ്കെൽട്ടൻസും പിന്നെ അനബെല്ല പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് സ്കെൽട്ടൻ നമ്മളുടെ വീട്ടിൽ സെയിം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ പറയായിരുന്നു ഇത് നമ്മളുടെ പോലത്തെ സെയിം എവിടെ ഉണ്ടെന്ന്. അങ്ങനെ കുറച്ച് ഹോണ്ടഡ് തിങ്സ് മാത്രമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. കണ്ണന് ഇതൊന്നും ഒരു പേടിയില്ല. ആനിമൽസിനെയും വലിയ കാര്യമായിട്ട് പേടിയൊന്നുമില്ല. പിന്നെ എനിക്കാൻ തോന്നണം പേടി. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കായിരുന്നു മരത്തിൻ്റെ ഇടയിൽ നിന്നിട്ട്. അവിടെ പഴയൊരു വണ്ടി ട്രക്കാന്ന് തോന്നുന്നു. അത് കണ്ടപ്പോൾ കണ്ണന് അത് ഓടിക്കാൻ തോന്നിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ വരുന്നുണ്ടായില്ല വിളിച്ചിട്ട്. പിന്നെ ടൈഗറിനെ കാണാൻ പോവാമെന്നും പറഞ്ഞ് കുറേ വിളിച്ചിട്ടാണ് വന്നത്. കറക്റ്റ് ടൈമിന് ടൈഗറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അത് ഒറ്റ ഓളിടല. പേടിച്ചു പോയി സത്യമായിട്ടും. ഈ ട്രക്കിൻ്റെ ഉള്ളിലൊക്കെ കയറി പിന്നെ അതിൻ്റെ ഉള്ളിലിരുന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ വേറെ കുട്ടികളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വേഗം കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു അവരൊക്കെ കയറട്ടെ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ കൂടാരത്തിൻ്റെ ഉള്ളിലൊക്കെ അവരിങ്ങനെ ഹോണ്ടഡ് തിങ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് അതിനകത്തേക്കൊന്നും എൻട്രി ഇല്ലായിരുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൂടാരങ്ങൾ കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് തന്നെ കുറേ ഇല്ല, ഒരു 2-3 സ്നേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആമയുണ്ടായിരുന്നു, ക്രൊക്കഡൈലൊക്കെ ഉണ്ടായിരുന്നു.
ഇതിൻ്റെ ഉള്ളിൽ പക്ഷെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരുന്നു. അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം ജസ്റ്റ് കണ്ട് ഇറങ്ങി ഓടി. ഇവിടെ ഇങ്ങനെ കുറേ കയ്യും കാലും പിന്നെ തലയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ്റെ അടുത്ത് പറയായിരുന്നു അമ്മ തൊട് അമ്മ തൊട്. അപ്പോൾ ഞാനത് തൊടുമ്പോൾ എന്താ പോലെയാണ്. പിന്നെ നമുക്കറിയാലോ അത് റിയൽ അല്ലാന്ന്. അപ്പോൾ പിന്നെ എന്തായാലും തൊട് തന്നെ. അപ്പോൾ പിന്നെ ഞാൻ തൊട്ടതിൻ്റെ പുറകെ അവനും തൊട്ടു. അവനും ഹാപ്പി. പിന്നെ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു പാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. അപ്പോൾ അവിടെ നിറയെ പിള്ളേരുണ്ടായിരുന്നു. കണ്ണനത് കണ്ടതും ഒറ്റോട്ടം ഓടി. പിന്നെ കുറേ നേരം കളിച്ച് പിന്നെ തിരിച്ച് വിളിച്ചാൽ പിന്നെ വരില്ല, വരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് ഒരു 10-20 മിനിറ്റ് തിരിച്ച് വിളിച്ച് അങ്ങനെ നിന്നു. പിന്നെ പൊക്കിയെടുത്തോട്ട് വന്നു.
മോങ്കീസിൻ്റെ ചാട്ടം കാണാൻ നല്ല രസമായിരുന്നു. എനിക്കറിയില്ല ആക്ച്വലി ഒരു ഫൈറ്റ് ചെയ്യുവാണോ അതോ കളിക്കുവാണോ എന്താണെന്നറിയില്ല. ഒരാൾ ഇങ്ങോട്ട് ചാടും, അപ്പോൾ പുറകെ അടുത്ത ആൾ ചാടും. കുറച്ച് നേരം ഇത് നോക്കിയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സീബ്രനെ കണ്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഞങ്ങൾ നോക്കുമ്പോൾ ഓടുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലയൺ ഓളിടുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റ് അവിടെ കണ്ടതൊരു ഓസ്ട്രിച്ച് ആയിരുന്നു. ഇതുവഴി ഇങ്ങനെ മുകളിൽ കയറി വന്നപ്പോൾ നമുക്ക് താഴെ ലയനെ കാണാമായിരുന്നു. ലയൻ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളിടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം കിടന്ന് ഉറക്കമായിരുന്നു. ഇവിടെ നമ്മളൊരു ക്യാമലിനെ കണ്ടു. പക്ഷെ അതിന് കൂട്ടായിട്ട് വേറൊരു ക്യാമൽ ഉണ്ടായിരുന്നില്ല. പാവ അത് ഒറ്റയ്ക്കായിരുന്നു. കണ്ണൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതങ്ങനെ ഓളിട്ട എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ അങ്ങനെ ഓളിട്ട് എല്ലാ കയ്യിൽ നിന്ന് ക്യാമറ താഴെ പോകുന്നു. ഇതിൻ്റെ പേര് ആക്ച്വലി എനിക്കറിയില്ല. പശുവിൻ്റെ പോലെ തന്നെയുണ്ട് കാണാൻ, പക്ഷേ കൊമ്പ് മാത്രം വ്യത്യാസം. ഞാൻ വിചാരിക്കുമായിരുന്നു ഇത്രയും ഹെവി വെയിറ്റുള്ള കൊമ്പ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലമിംഗോസിനെ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫോട്ടോ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ സൂ ഒക്കെ കണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. നല്ലൊരു സൂ ആയിരുന്നു. കുറേ ആനിമൽസിനൊക്കെ കാണാത്തതിനൊക്കെ കണ്ടു. കണ്ണനും ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. പിന്നെ ഇത് സൂവിൻ്റെ അകത്ത് തന്നെയുള്ളൊരു കുഞ്ഞി സ്റ്റോറാണ്. ഇവിടെ കുറച്ച് ടോയ്സും നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു.
എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് വയ്ക്കാനൊരു മാഗ്നറ്റ് വേണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വാങ്ങി. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അത് കണ്ടിട്ടില്ല. അത് മിസ്സായോ എന്താണെന്നറിയില്ല. ഇതുവരെ സംഭവം കയ്യിലില്ല. പിന്നെ അവിടെ നിന്ന് കണ്ണനൊരു കപ്പ് മേടിച്ചായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും സൂവിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.